എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +1 ടോപ്പിക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ അതിൻ്റെ തിയറി പാർട്ട് മാത്രമല്ല, ഒരു നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ടെക്നിക്സുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള തിയറി വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകും. അതിലെ കോൺസെപ്റ്റ്സുകൾ നോട്ട്സ് എഴുതിയെടുത്തുകൊണ്ട് പഠിക്കുക, പ്രോബ്ലംസ് എഴുതിയെടുത്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഐ വെൽക്കം അഗെയിൻ ഓൾ ഓഫ് മൈ സ്റ്റുഡൻസ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിലെ ആദ്യത്തെ കോൺസെപ്റ്റ് കൈനമാറ്റിക്സ് എന്നുള്ളതാണ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കൈൻ മീൻസ് മോഷൻ, മാറ്റിക്സ് മീൻസ് ജസ്റ്റ് ലൈക്ക് മാത്തമാറ്റിക്സ്. നമ്മളിപ്പോൾ മോഷനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൈനമാറ്റിക്സിൽ തീർച്ചയായിട്ടും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ആൻഡ് വി ഡോണ്ട് ഡീൽ വിത്ത് ഫോഴ്സ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയൊക്കെ നമ്മൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഭാഗത്താണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ കൈനമാറ്റിക്സ് മാത്രമാണ് പഠിക്കുന്നത്. ഇതാണ് കൈനമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ: എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഓബ്ജക്ട്സ് വിതൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ ഈസ് കോൾഡ് കൈനമാറ്റിക്സ്. അപ്പോൾ ചലനത്തിന് സഹായമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കാതെ അതിൻ്റെ ചലനത്തെക്കുറിച്ച് മാത്രം, മോഷനെക്കുറിച്ച് മാത്രം പഠിക്കുന്ന മെക്കാനിക്സ്. മെക്കാനിക്സ് മീൻസ് സ്റ്റഡി ഓഫ് മോഷൻ. മെക്കാനിക്സിനെയാണ് കൈനമാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് പോയിന്റ് ഓബ്ജക്റ്റ് എന്നുള്ളതാണ്. ഒരു പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു വസ്തുവിനെയും പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറയാം വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ മലയാളം അവലംബം എന്നാണ്. പക്ഷേ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവലംബം നമുക്ക് കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാകാത്ത ഒരു കാര്യമായിട്ട് നിൽക്കും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫുട്ബോൾ. when you consider football, this football is a point object as you consider the whole field. അപ്പോൾ നമ്മൾ ആ കോർട്ടിൽ, ഫുട്ബോൾ കോർട്ടിൽ, ഫുട്ബോൾ ഫീൽഡിൽ മുഴുവൻ സ്ഥലവും കൺസിഡർ ചെയ്യുമ്പോൾ ഫുട്ബോൾ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആണ്. ആ കാർ ഇസ് എ പോയിന്റ് ഓബ്ജക്റ്റ് ആസ് യു കൺസിഡർ സേ 10 kilometers, right? Next one, an aircraft or an aeroplane, when you consider a portion of sky in space, then that is a point object even. Now, say a ship in an ocean is also a point object. Then a train, everything is a point object here when you consider the earth. അപ്പോൾ നമ്മൾ മൊത്തം ഭൂമി പരിഗണിക്കുമ്പോഴാണ് ഇവയൊക്കെ പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഭൂമി തന്നെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആവും. നമുക്ക് ഈ പോയിന്റ് ഓബ്ജക്റ്റിന്റെ ഡെഫിനേഷൻ നോക്കാം. An object whose dimensions are ignored in comparison to its movement. ഒരു വസ്തുവിന്റെ ഡയമെൻഷൻസ്, അതിന്റെ അളവുകൾ നമുക്ക് അവഗണിക്കാൻ കഴിയും അത് ചലിക്കുന്ന ദൂരവുമായി പരിഗണിക്കുമ്പോൾ. അങ്ങനെ നമുക്ക് അവഗണിക്കാൻ കഴിയുന്ന വസ്തുക്കൾ, അതായത് അവയുടെ ദൂരങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് അവഗണിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊതുവിൽ പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ എർത്ത് ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആവും. നമ്മൾ സോളാർ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മൾ മിൽക്കി വേ ഗാലക്സി കൺസിഡർ ചെയ്യുമ്പോൾ സോളാർ സിസ്റ്റം തന്നെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആവും. അങ്ങനെ നമുക്ക് ഏതാണ്ട് 2 trillion ഗാലക്സീസ് ആണുള്ളത്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ സൺ. അതിനെ ചുറ്റി കറങ്ങുന്ന 8 ഗ്രഹങ്ങളിൽ മാത്രമാണ് നമ്മുടെ എർത്ത്. അങ്ങനെ കണക്കാക്കുമ്പോൾ പോയിന്റ് ഓബ്ജക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ദ എർത്ത് ഇസ് എ പോയിന്റ് ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സോളാർ സിസ്റ്റം. ഓക്കെ, ഈ മോഷൻ ഇൻ 1, 2 and 3 dimension. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ മോഷൻ 1 dimension എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ 1D എന്ന് പറയും, 1 dimensional മോഷൻ. 2D എന്ന് പറയുമ്പോൾ 2 dimensional മോഷനും 3D 3 dimensional മോഷനുമാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പ്രോബ്ലം സോൾവിങ്ങിന് അത്യാവശ്യമായിട്ടും വേണ്ടതാണ്. 1 dimensional motion 1D എന്ന് പറഞ്ഞാൽ, if the motion of an object can be completely described by using a single coordinate, then the motion is said to be 1 dimensional motion or rectilinear or straight line motion. അപ്പോൾ motion of an object completely described എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ചലിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ വസ്തു ചലിക്കുന്ന ഒരു നേർരേഖയിലാണ്. ആ നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചലനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരേ ഒരു കോർഡിനേറ്റ്, ഈ കോർഡിനേറ്റും ആക്സിസും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റുഡൻസ് പൊതുവെ പറയാറുണ്ട്. ഈ പറഞ്ഞ ഡെഫിനേഷന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം, ശ്രദ്ധിക്കും. See, we have
straight line motion, we consider a straight line motion. Say an object which is starting from this point. ഒരു വസ്തു ഇവിടുന്ന് ചലിച്ചു തുടങ്ങുകയാണ്. ഇതാണ് പോയിന്റ്. അപ്പോൾ ഇതിന് ഒരു 1 സെക്കൻഡിൽ സേ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതൊരു 2 സെക്കൻഡ്സിൽ നമുക്ക് പറയാം അതൊരു 4 മീറ്റർ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5ാമത്തെ സെക്കൻഡിലെ അതിൻ്റെ ഡിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 5ാമത്തെ സെക്കൻഡിൽ എന്ന് പറയാം അതൊരു 10 മീറ്റർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരേ ഒരു കോർഡിനേറ്റ്, കാരണം ഈ വസ്തു ചലിക്കുന്നത് എക്സ് ആക്സിസിൽ മാത്രമാണ്, ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അത് സഞ്ചരിച്ച സമയം പറയാൻ പറ്റും, അതിന് സഞ്ചരിച്ച ദൂരം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ വസ്തുവിനെ സംബന്ധിച്ച് അത് ചലിക്കുകയാണോ, റെസ്റ്റിലാണോ, അതിന് ആക്സിലറേഷൻ ഉണ്ടോ, അതിന് യൂണിഫോം വെലോസിറ്റി ഉണ്ടോ, അത് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് യാത്ര ചെയ്ത് കഴിയും, ഇത്തരം കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് ഒരേ ഒരു ആക്സിസ് മതി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ മോഷനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. സോ ഇനി ആ ഡെഫിനിഷനിലേക്ക് നോക്കൂ. ഇഫ് ദ മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ യൂസിങ് എ സിംഗിൾ കോർഡിനേറ്റ്. ഈ ആക്സിസും കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം, ആക്സിസിന് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പക്ഷേ അതിലുള്ള വാല്യൂസ് എക്സ് ആക്സിസിൽ 3 മീറ്റർ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ 5 മീറ്റർ, വൈ ആക്സിസിൽ 1 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡിസ്റ്റൻസ്, ആ കോർഡിനേറ്റ് വാല്യൂസും കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. സോ ഒരു സിംഗിൾ കോർഡിനേറ്റ് ആണ് വേണ്ടത്, ആക്സിസ് മാത്രമല്ല, കോർഡിനേറ്റ്. ദെൻ മോഷൻ സെറ്റ് ടു ബി വൺ ഡയമെൻഷണൽ ഓർ റെക്ടിലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ, അത് ക്ലിയർ ആയി. എക്സാമ്പിൾ, എ ട്രെയിൻ മൂവിങ് ഇൻ എ ട്രാക്ക്. ട്രാക്ക് എങ്ങനെയായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് ആയിരിക്കണം. എ മാൻ വാക്കിംഗ് ഇൻ എ നാരോ ലെവൽ റോഡ്. ഒരു ഇടുങ്ങിയ നേർത്ത വഴികളിലൂടെ, നേർരേഖയിലുള്ള വഴികളിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നതും നമുക്ക് വൺ ഡയമെൻഷണൽ മോഷന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, ഇനി ഇതുപോലെ 2 ഡയമെൻഷണൽ മോഷൻ എടുത്താൽ എന്താണ്? 2D ആൻഡ് 3D. If motion of an object can be completely described by using 2 coordinates, then the motion is said to be 2-dimensional motion. 2 ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ചലനം പറയണം. ഒരു ഉദാഹരണം നമുക്ക് എടുത്ത് നോക്കാം. 2 ഡയമെൻഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ചലനം പറയുന്നത്? സേ ഫോർ എക്സാമ്പിൾ, if we have a motion in 2 dimension, okay, motion in 2 dimension. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 2 കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ്. Here we have x coordinate and here y coordinates. ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ, ഈ ഒറിജിനിൽ നിന്ന് സേ an object is projected, an object is moving like this. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. ഒരു ബാറ്റ്സ്മാൻ ഒരു ക്രിക്കറ്റ് ബോളിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോളിംഗ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എപ്പോഴും എടുത്ത് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ മാക്സിമം ഹൈറ്റ് നിങ്ങൾ പഠിക്കും, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനൊക്കെ പഠിക്കും. ഈ മാക്സിമം എത്ര ഹൈറ്റിൽ വരെ ഈ ഓബ്ജക്റ്റ് എത്തും, ഹൊറിസോണ്ടലായിട്ട് അത് എത്ര റേഞ്ച് വരെ പോകും, അതിന് എത്ര റേഞ്ച് ഉണ്ടാവും, എത്ര ദൂരം വരെ ഈ ബോൾ പോയി വീഴും, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ അറിയണം? ഈ ആംഗിൾ അറിയണം, ഇനീഷ്യൽ വെലോസിറ്റി അറിയണം, ഇത് എത്ര സമയം കൊണ്ട് താഴെ വീഴും, ഇതെല്ലാം പറയണമെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് ആവശ്യമാണ്. അത്തരം മോഷനെയാണ് നമ്മൾ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഡെഫിനിഷൻ നമുക്ക് പോവാം. If the motion of an object can be completely described by using 2 coordinates, then the motion is said to be 2-dimensional motion or motion in a plane. അപ്പോൾ an ant moving on a floor, ഒരു തറയിലൂടെ, ഒരു പ്രതലത്തിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നത് ഒരു 2-dimensional മോഷനാണ്. ആ ബില്യാർഡ് ബോൾ മൂവിങ് ഓൺ ബില്യാർഡ് ടേബിൾ, ഒരു ഫുട്ബോൾ ഒരു ഗ്രൗണ്ടിലൂടെ ഉരുളുന്നതെല്ലാം, ഒരു പ്ലെയിനിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും 2 ഡയമെൻഷനിലാണ്. ഇനി 3 ഡയമെൻഷണൽ മോഷൻ, ഒരു ബട്ടർഫ്ലൈ പറക്കുന്നത്, ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു കൈറ്റ്, ഒരു പട്ടം പറക്കുന്നതെല്ലാം 3 ഡയമെൻഷണൽ മോഷനാണ്. പക്ഷേ അത് സ്പേസിലാണ്. 3 ആക്സിസുകൾ വേണം, എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റിലേക്ക് വരികയാണ്, ഫ്രെയിം ഓഫ് റെഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ മലയാളം അവലംബകം എന്നാണ്. നമ്മൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ മറ്റൊരു വസ്തുവിൻ്റെ ചലനമോ നിശ്ചലാവസ്ഥയോ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് മോഷനോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും റെസ്റ്റിലാണ്. നിങ്ങൾ ഒരു ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഫോണിലായിരിക്കും ഇത് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായിരിക്കും ഈ ക്ലാസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ ക്ലാസ് കാണുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റൂം യു ആർ അറ്റ് റെസ്റ്റ്. ആ മുറിയെ അപേക്ഷിച്ച് നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ആ മുറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ,
പക്ഷെ നിങ്ങൾ എർത്തിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിന് പുറത്തുള്ള ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റില്ല. 1672 കിലോമീറ്റർ സ്പീഡിൽ, കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ചലനം നിങ്ങൾക്ക് ഉണ്ടാവും വെൻ യു കൺസിഡർ എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഔട്ട്സൈഡ് ദി എർത്ത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് റെസ്റ്റ് എന്നോ പെർഫെക്റ്റ് മോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ പറയണമെങ്കിൽ നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥ യൂണിവേഴ്സിൽ എവിടെയില്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അതിന് നമ്മൾ ഡെഫിനേഷൻസ് പഠിക്കണം, എക്സാമിനേഷന് ചോദിക്കും. ഇതിൽ NCERT വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. 3 കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ 3 ആക്സസുകളുണ്ട്, X, Y ആൻഡ് Z ആക്സസ്. അതിൻ്റെ കൂടെ ഒരു ക്ലോക്കും കൂടി ആണെങ്കിൽ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കും. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു 4 ഡയമെൻഷണൽ വെക്ടർ സ്പേസിലാണ്. 3 ഡയമെൻഷൻസ് ആണ് നമുക്ക് അറ്റ് എ ടൈം സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഈ പേന ഞാൻ നിങ്ങളിങ്ങനെ കാണിക്കും, ഇതിൻ്റെ മുൻഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഈ പേന ഒരു പാർട്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ പോലും നിങ്ങളത് മനസ്സിലാക്കുന്നത് ഈ പേന അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ഹ്യൂമൻ ബ്രെയിൻ അതിനെ എടുക്കും. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം എന്ന് പറയുന്ന 4ാമത്തെ ആക്സസ് ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ തിരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നോട്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ പകുതി കീറി വെച്ചാലും നമ്മൾ വിചാരിക്കും ഇതിനൊരു ബാക്ക് സൈഡ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ബിൽഡിംഗ്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീടിന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് 2 ഭിത്തികൾ മാത്രമേ കാണുള്ളൂ. ആ 2 ഭിത്തികളും തറയും കാണാമെന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷെ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് വീട് ചുറ്റി കറങ്ങണം. അപ്പോൾ ടൈം എന്ന് പറയുന്ന 4ാമത്തെ ആക്സസിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വി ആർ ലിവിങ് ഇൻ എ 4 ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഇത് NCERT ഇങ്ങനെ കൊടുത്തിരിക്കുന്ന 3 ആക്സസും ഒരു ക്ലോക്കും ചേർന്നാൽ എന്താവും? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആവും. A coordinate system along with a clock to measure the time constitutes a frame of reference. Okay. ഇനി റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നിശ്ചലാവസ്ഥയും ചലനാവസ്ഥയും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് റിലേറ്റീവ് ടേംസ് ആണ്. ദേ ആർ നോട്ട് അബ്സല്യൂട്ട്. ഓക്കെ. A body can be at rest or in motion with respect to a frame of reference. ഒരു വസ്തു റെസ്റ്റിലോ മോഷനിലോ ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടായിരിക്കണം. A man in a moving train is at rest with respect to co-passengers. അപ്പോൾ ഒരാൾ ഒരു ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്നു, അയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ അപേക്ഷിച്ച് റെസ്റ്റിലാണ്. ബട്ട് ഹീ ഈസ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു പ്ലാറ്റ്ഫോം. പക്ഷേ പ്ലാറ്റ്ഫോം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ മോഷനിലാണ്. ഇതാണ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ, വിത്ത് റെസ്പെക്ട് ടു പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെ 2 ഫ്രെയിം ഓഫ് റെഫറൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് കരുതിയാൽ മതി. ഓക്കെ. ദർ ഈസ് നോ ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഈസ് പെർഫെക്റ്റ്ലി അറ്റ് റെസ്റ്റ്. ഇത് എൻട്രൻസിന് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നുള്ള രീതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദർ ഈസ് നോ ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഈസ് പെർഫെക്റ്റ്ലി അറ്റ് റെസ്റ്റ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അതിന്റെ റീസൺ. ഓക്കെ. നെക്സ്റ്റ്, കൈനമാറ്റിക്സ് മെയിൻലി ഡീൽസ് വിത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൈനമാറ്റിക്സിൽ പഠിച്ചത്? ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയ ഭാഗം പറഞ്ഞു. കൈനമാറ്റിക്സിൽ ഒന്നാമത് നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കും, പിന്നീട് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിക്കും. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് സ്പീഡ്, 4ാമത്തത് വെലോസിറ്റി. ഈ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോസ് ചെയ്ത് എന്താണ് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞതെന്ന് കേട്ട ശേഷം അടുത്തതിലേക്ക് പോകണം. കാരണം നമുക്ക് വീഡിയോയുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോ വീഡിയോയ്ക്കുള്ളിലും പറയുന്ന കണ്ടന്റുകൾക്ക് ഒരു നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ടാവും. ആ സമയത്തിനുള്ളിൽ അത് തീർക്കുന്നതിന് വേണ്ടി ഞാൻ ഫാസ്റ്റായിട്ടായിരിക്കും പറയാം. നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കണമെങ്കിൽ കേൾക്കാം. അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി, ദെൻ ആക്സിലറേഷൻ. മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷേ ഈ 5 കാര്യങ്ങളുടെ ഡെഫിനിഷൻ പഠിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് ഒരുപാട് ബ്രാഞ്ചസ്, ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്, 1 by 1 ആയിട്ട് നോക്കാം. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ചെറിയ എക്സ്പെരിമെന്റ്. ഓക്കെ. സേ ബാക്ക് ടു പൊസിഷൻ. ഇതൊരു ബോളാണ്. ഈ ബോളിന്റെ മൂവ്മെന്റ് ഞാനൊരു സിഗ്സാക് മോഷനിൽ പോകുന്നു. അത് എയിൽ നിന്ന് തുടങ്ങി, അപ്പോൾ അത് പാത്ത് പി എന്ന് പറയുന്ന പാത്തിലൂടെ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇപ്പോൾ അത് ബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ജസ്റ്റ് ഒരു മോഷനായിട്ട് എടുക്കാം. ഇത് ഡിസ്റ്റൻസ് ആണ്. പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി ഈസ് കോൾഡ് ഡിസ്റ്റൻസ്.
ആ വസ്തു സഞ്ചരിച്ച പാതയാണ് ദൂരം. പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. പക്ഷേ എ ആൻഡ് ബി ആർ 2 പോയിന്റ്സ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇത് എയിൽ നിന്ന് ബിയിലേക്ക് മറ്റൊരു ഡിസ്റ്റൻസ് ആണത്. പാത്ത് ക്യൂ എന്ന് പറയുന്നത് മറ്റൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പാത്ത് പിയും ക്യൂവും ഡിസ്റ്റൻസസ് ആണ്. പക്ഷേ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ കോൺസെപ്റ്റ് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. നോക്കുക, പാത്ത് പി ആൻഡ് പാത്ത് ക്യൂ ആർ ഡിസ്റ്റൻസസ്. അത് രണ്ടും ഡിസ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. ബട്ട് പാത്ത് ക്യൂ ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഡിസ്റ്റൻസിന് ഒരിക്കലും നമ്മൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ പറഞ്ഞേ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്ഥലത്ത് പോകണം. ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യണം. നിങ്ങളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ് ഇന്ന ആളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവരവിടെ നിന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ട് ഇവിടെ നിന്ന് ആ ഒരു കിലോമീറ്റർ വലത്തോട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയുക. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ രണ്ടാമത്തെ വീടാണ് എന്നൊക്കെ പറഞ്ഞു. അവർ പറയുന്ന ദൂരം കിലോമീറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ മീറ്ററിലാണെങ്കിലും അവർ കാണിക്കുന്ന ആക്ഷനിലൂടെ ഡയറക്ഷൻ വരുന്നുണ്ട് നമുക്ക് ആ കറക്റ്റ് പോയിന്റിൽ എത്താനായിട്ട്. അപ്പോൾ അവിടെ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആവും. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ദൂരം മാത്രമാണ്. എത്ര ദൂരമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്, അത് 4 കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്റർ പറയുന്ന ദൂരം നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ അതൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ മാത്രം എടുക്കുന്നു, ഡയറക്ഷൻ ഇല്ല. സോ ഇതാണ് ഇതിനകത്തെ പ്രധാന പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള പ്രധാന ഡിഫറൻസസ് നോക്കാം. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് ബിക്കോസ് ഇറ്റ് നീഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ. A vector means it has both magnitude and direction. Okay, come to the point. Path traversed by the body is called a distance, and shortest distance between 2 points is called displacement. Distance traveled by the moving body cannot be zero. സഞ്ചരിച്ച ഒരു വസ്തുവിന്റെ ദൂരം ഒരിക്കലും 0 ആകില്ല. ഓക്കെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഒരിക്കലും ഡിസ്റ്റൻസ് 0 ആകില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഒരാൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അയാൾ ഒരു സർക്കുലർ പാത്തിൽ നടന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക. അയാളുടെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കത് ചെയ്യാം. ഇതാണ് അതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡാണ്. അത് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടിയിരിക്കുകയോ തുല്യമാവുകയോ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാം, 0 ആകാം, പോസിറ്റീവ് ആകാം. ഇനി ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. See, a body start from A and moves in a circular path and reaches the initial point. ഇതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് കേസ്. ഓക്കെ, ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊരു സർക്കുലർ പാത്തിൽ കറങ്ങി അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു, കറങ്ങി എയിൽ തന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ, എയിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 2πr ഡിസ്റ്റൻസ് ആണ്. 2πr ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആണ്. തുടങ്ങിയെടുത്ത് തന്നെ എത്തിയത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇത് ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. 2πr/0, 0 കൊണ്ടുള്ള ഡിവിഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അതൊരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് കേസിൽ ആ ബോഡി സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് മൂവ്സ് ഇൻ എ ഹാഫ് സർക്കിൾ ടു റീച്ച് ദ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ നിന്ന് തുടങ്ങി ബിയിൽ എത്തുന്നു. ഇതാണ് ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് തുടങ്ങിയെടുത്ത് നിന്ന് ബി വരെ ഡിസ്പ്ലേസ്മെന്റ്, ഷോർട്ടസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്നത് 2r ആണല്ലോ. റേഡിയസ് 6 ആയിരിക്കുമ്പോൾ അതിന്റെ ഡബിൾ ആണല്ലോ ഡയമീറ്റർ. അപ്പോൾ 2r ഡിസ്പ്ലേസ്മെന്റ് വന്നു. പക്ഷെ ഇത് സഞ്ചരിച്ച ദൂരം എത്രയാ? അത് പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി ആയതുകൊണ്ട് എ തൊട്ട് ബി വരെ തന്നെ പോകണം. എ തൊട്ട് ബി വരെ പോയി ബിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ 2πr ആണ്. അപ്പൊ 2πrന്റെ പകുതി 2πr/2 πr ആണ് ഇത് സഞ്ചരിച്ച ദൂരം. അപ്പൊ ഡിസ്റ്റൻസ് πr ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2r ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിയത് കൊണ്ട് തന്നെ ഡിസ്റ്റൻസിന് പൊതുവെ നമ്മൾ സ്മോൾ ഡിയും ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ എസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ πr/2r നമ്മൾ ചെയ്യാറുണ്ട്. πr/2r, r ക്യാൻസൽ ചെയ്യും,
ഈ ചില ക്വസ്റ്റ്യൻസിൽ π/2 തന്നെ റേഷ്യോ കാണിക്കും. ഈ പൈക്ക് 22/7 ആണ് വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു 2, ഈ 2 തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ 2ഉം 22 ക്യാൻസൽ ചെയ്ത് 11/7. അപ്പോൾ D/S, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ടു ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഈസ് ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 11:7. ഓക്കെ, ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് ഈസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് 11:7 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ്, ഇതിൻ്റെയും പകുതി ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെയും പകുതി ദൂരം നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഇവിടെ എയിൽ നിന്ന് വസ്തു തുടങ്ങി, ഓക്കെ, എയിൽ നിന്ന് സഞ്ചരിച്ചു തുടങ്ങി, ബിയിലെത്തുന്നു. ബിയിലേക്ക് പോയ അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ A to B ആണ്. കംപ്ലീറ്റ് സർക്കിൾ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഒറിജിൻ ആണ്. ഇതാണ് R. ഓക്കെ, R ആൻഡ് R, ഈ രണ്ട് ഡിസ്റ്റൻസുകളും സെയിം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ 90 ഡിഗ്രി ആണ് ഇതെന്ന് അറിയാം. അപ്പോൾ ഈ രണ്ട് ദൂരങ്ങൾ തുല്യമായിട്ട് വന്ന ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളായതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. ശരിയല്ലേ? മൂന്നാമത്തെ ദൂരം കണ്ടുപിടിക്കാൻ പ്രയാസമില്ല എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇത് രണ്ടും ഏതാണ്ട് ഒരേപോലെയുള്ള ദൂരങ്ങൾ എടുക്കുന്നു. 4.3, 4.3 നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ ദൂരം എങ്ങനെയായിരിക്കും എടുക്കുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് R ആൻഡ് R. ഓക്കെ, ഇതും R ആണ്, ഇതും R ആണ്. അപ്പോൾ ഈ സ്ഥലം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ, പൈതഗോറസ് തിയറം. അപ്പോൾ 2R² ആണ്, 2R². R² റൂട്ട് നമുക്ക് എടുക്കാം, പക്ഷേ 2ന്റെ റൂട്ട് √2 ആണ്, R² റൂട്ട് R. അപ്പോൾ ഇത് ആൻസർ √2R. ഇങ്ങനെ വരുന്ന എല്ലാ കേസിലും ആൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള ഒരു ജനറൽ ഫോം ആണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം, എന്നിട്ട് അതിലേക്ക് വരാം. ഇപ്പോൾ ഡിസ്റ്റൻസ് πr/2 എങ്ങനെ വന്നു? എയിൽ നിന്ന് തുടങ്ങി ബിയിൽ വരെ എത്തുമ്പോൾ കംപ്ലീറ്റ് സർക്കിളിന് 2πr ആണ് നമുക്കറിയാം. കംപ്ലീറ്റ് സർക്കിളിലെ ഡിസ്റ്റൻസ് 2πr ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് സർക്കിൾ ഡിവൈഡഡ് ബൈ 4 തല്ലേ ഉള്ളൂ, 1/4 തല്ലേ ഉള്ളൂ, 4ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2, 4 കട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 2 വരും. πr/2 ആണ് ഡിസ്റ്റൻസ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? √2r ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ എടുത്താൽ എന്ത് വരും? ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ πr/2 √2r. ഈ πr/2ന്റെ 2 ആണ് ഈ കാണുന്നത്. ഈ √2r ഡിനോമിനേറ്റർ വരുന്നതാണ്. സംശയമില്ലാതെ r ക്യാൻസൽ ചെയ്യാം. സോ π/2 √2 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് പൈക്ക് 22/7 കൊടുത്താലും 7 × 2 √2 എന്ന് വരും. അപ്പോൾ ഈ 2ഉം 22ഉം കട്ട് ചെയ്ത് 11. സോ 11/7 √2 ആണ് റേഷ്യോ, 11/7 √2. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇൻ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 2r sin θ/2. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഏത് ആംഗിൾ വന്നാലും ഇത് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർക്കിളിൽ ഒരു പോയിന്റിൽ നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചേക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് √2r ആണ്. നമ്മൾ √2r പകരം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 90 ഡിഗ്രിക്ക് വരെ നമ്മളത് അദ്ദേഹം ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് മൂവ് ചെയ്യുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എ ഇവിടെയാണ്. അയാൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാത്തിലൂടെ ബിയിലേക്കാണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയില്ല. അപ്പോൾ ഇതിന് മാർഗം ഈ വെക്ടറിനെ R1 എന്ന് എടുക്കുന്നു. അത് നമുക്കറിയാം, ഈ സർക്കിളിനെ സംബന്ധിച്ച് അതിന്റെ റേഡിയസ് ആണ്. ആൻഡ് ദിസ് വൺ ഇസ് R2. R2 എന്ന് പറയുന്നതും R തന്നെയാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാം ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ്. നമുക്കതിന് പ്രത്യേകിച്ച് ആംഗിൾ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിളിനെ തീറ്റ എടുക്കാം, ഈ ആംഗിളിനെ തീറ്റ. അപ്പോൾ പുതിയതായിട്ട് വരച്ച ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ΔR. ഇത് മൂന്നും വെക്ടേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ R1 ടുവേർഡ്സ് ബി, R2 ടുവേർഡ്സ് എ ബിക്ക് ഇടയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ΔR എന്ന് പറയുന്നത് ഓർ ΔR ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്
R2 മൈനസ് R1 ആണ്. R2 മൈനസ് R1. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ബി വരെയുള്ള ദൂരം R1 ഒരു വെക്ടറാണ്. ഡെൽ ആർ എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് അതിൻ്റെ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ഓർഡറിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ R2 റിസൾട്ടന്റ് വെക്ടറാണ്. A and B are two vectors representing two adjacent sides of a triangle. Then third side of the triangle in the opposite direction represent the sum of A and B. അപ്പോൾ നമ്മൾ അത് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കണമെന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ വെക്ടർ എടുക്കുമ്പോൾ R1 വെക്ടറും ഡെൽ ആർ വെക്ടറും സെയിം ഓർഡറിലാണ്. അതായത് പൊസിഷൻ വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഇനീഷ്യൽ വെക്ടറും സെയിം ഓർഡർ. അത് R2 എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് ഓർഡറിലുള്ള വെക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഡെൽ ആർ എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ഡെൽ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, ഡെൽറ്റ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വെക്ടേഴ്സിന്റെ സബ്ട്രാക്ഷൻ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ മൈനസ് 2R1 R2 കോസ് തീറ്റ. ഓക്കെ, മൈനസ് R1 R2 കോസ് തീറ്റയാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ R1 R2 എന്താണ്? ക്യാപിറ്റൽ ആണ്. സോ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് 2R സ്ക്വയർ കോസ് തീറ്റയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2R സ്ക്വയർ, ഇപ്പോൾ ഇത് ഡെൽ ആറിനെ നമ്മൾ എസ് എന്ന് വിളിച്ചു, സെയിം ആണ്. അതിൻ്റെ സ്ക്വയർ നമ്മളങ്ങ് എടുത്താൽ ഈ റൂട്ടിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ സ്ക്വയർ വേണ്ട, സ്ക്വയർ റൂട്ട് നിൽക്കട്ടെ. ഇത് 2R സ്ക്വയർ മൈനസ് 2R സ്ക്വയർ കോസ് തീറ്റ എന്ന് കിട്ടി. 2R സ്ക്വയർ ഒന്ന് കോമൺ എടുക്കുക. റൂട്ട് ഓഫ് 2R സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടിയല്ലോ. 1 മൈനസ് കോസ് തീറ്റ. ആ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രിഗ്നോമെട്രിയിൽ നമുക്കറിയാം 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. റിസൾട്ട് ഒക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. 2R സ്ക്വയർ ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഈ 2 ഇൻറ്റു 2 4 ആകും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് 2 ആകും. R സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 6 ആകും. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ സ്ക്വയർ റൂട്ട് സൈൻ തീറ്റ ബൈ 2 ആകും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റിന് ഏത് സമയത്തും ഡിസ്പ്ലേസ്മെന്റ് ഏത് ആംഗിൾ വെച്ചും കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഇത് നമുക്ക് പ്രീവിയസ് കേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പ്രീവിയസ് കേസിൽ നമ്മുടെ ആംഗിൾ എത്രയായിരുന്നു തന്നിരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 2R ഇൻറ്റു സൈൻ 90 ബൈ 2 എന്ന് വരും. സൈൻ 90 ബൈ 2 സൈൻ 45 ആണ്. സൈൻ 45 എന്ന് പറയുമ്പോൾ 1/√2 ആണ്. അപ്പോൾ 1/√2 ഈ റൂട്ട് ഈ 2 കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ഒരു റൂട്ട് വരും. കാരണം 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് √2R ആണ്. ഇനി നമുക്ക് ഈ ആംഗിൾ ഒരു 120 ഡിഗ്രി ആയിട്ട് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗർ അനുസരിച്ച് ഏകദേശം ഒരു 120 ഡിഗ്രി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും? 120 ആണെങ്കിൽ S is equal to 2R ഇൻറ്റു സൈൻ 120 ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 60 ആണ്. അപ്പോൾ 2R ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ √3 ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് R√3 ഓർ √3R ആയിരിക്കും റിസൾട്ട്. ഇങ്ങനെ ഏത് ആംഗിളിന് വേണമെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഒരു ചെറിയ കോൺസെപ്റ്റ് ആണ് പഠിച്ചതെങ്കിലും അതിന് വളരെ വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഫ്ലോറിൽ ഒരു വീല് റോൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. ഇതും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീലിന് റേഡിയസ് R ആണ്. ഈ വീൽ ഇവിടുന്ന് റോൾ ചെയ്ത് ഒരു ഹാഫ് ഡിസ്റ്റൻസ് റോൾ ചെയ്യുന്നു. അതായത് ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു 2πr ആണ്. ഹാഫ് റൊട്ടേഷൻ എടുത്തത് കൊണ്ട് അത് πr ആയിരിക്കും എന്നറിയാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് πr ആണ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് P' പോയിന്റിലെത്തി. അതായത് അതൊരു റൊട്ടേഷൻ കംപ്ലീറ്റ് ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ P'-ലെത്തി. ആൻഡ് Q എന്ന് പറയുന്നത് Q'-ലെത്തി. അപ്പോൾ നമുക്ക് P തൊട്ട് Q' വരെയുള്ള ഡിസ്റ്റൻസ് D is equal to πr ആണ്. Because the distance covered is πr because the body is rolled over the surface at a distance of half the rotation. അപ്പോൾ half rotation πr. Now Q', P', that is the diameter of the wheel, that will be 2R. Q', P' എന്ന് പറഞ്ഞാൽ 2R ആണ്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത്
നേരത്തെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരുന്ന പി എന്ന് പറയുന്ന പോയിന്റിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പോയിന്റ് പി, ആൻഡ് ദാറ്റ് ഈസ് റീച്ച് ദറ്റ് പി ഡാഷ്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും, വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് ഹാസ് ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്, റൈറ്റ്? Then how do you find out? This is a concept. A wheel rolls over a surface through half rotation, so point P at the bottom reaches at P dash. Then displacement P dash is equal to root of base square plus altitude square. Pythagoras theorem, base square pi r the whole square plus 2r the whole square. അപ്പോൾ അതിൽ r square കോമൺ ആണ്, അത് സ്ക്വയർ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ r ആകും. റൂട്ട് ഓഫ് പൈ സ്ക്വയർ പ്ലസ് 4, 2 square 4. ഇതാണ് റിസൾട്ട്. വളരെയധികം തവണ ആവർത്തിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമതൊരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾ കണ്ടു കാണും. അവിടെ ഒരു ആംഗിൾ നേരെ മുകളിലോട്ട് മൂവ് ചെയ്തത്, അവിടുത്തെ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര സ്ലോപ്പ് ഉണ്ടായിരിക്കും? സ്ലോപ്പ് മീൻസ് ടാൻ തീറ്റയാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വൈ ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്, അഡ്ജസൻറ്റ് സൈഡിൽ ആ തീറ്റയെ സംബന്ധിച്ച് ഡെൽ എക്സ് ആണ് എക്സ് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് സൈഡിൽ 2r ആണ് വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ പൈ ആർ ആണ്. സോ 2r ബൈ പൈ ആറിലെ r ക്യാൻസൽ ആവും, 2 ബൈ പൈ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ടാൻ തീറ്റ. ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. An athlete completes one round of a circular track of radius r in 40 seconds. What will be his displacement at the end of 2 minutes 20 seconds? So athletes complete one circle എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സർക്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. Say for example, the athlete completes the circle like this. Oh, okay, he started from a point. For example, see, he is starting from point A. അപ്പോൾ അയാൾ ഒരു 40 സെക്കൻഡ്സ് കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. അപ്പോൾ അയാൾക്ക് ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരിയഡ് ഇസ് t is equal to 40 seconds. ഒരു റൊട്ടേഷന് വേണ്ട സമയമാണല്ലോ ടൈം പീരിയഡ്. 40 സെക്കൻഡ്സിൽ അയാൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ടോട്ടൽ ടൈം എത്ര തന്നിട്ടുണ്ട്? ഒരു റൊട്ടേഷന് വരെ അയാൾ എത്ര സമയം കൊണ്ട് റൊട്ടേറ്റ് ചെയ്തു? ഇപ്പോൾ എത്ര സമയം എടുത്തു? ടോട്ടൽ ടൈം സ്മോൾ t is equal to 2 minutes 20 seconds എന്ന് തന്നിരിക്കുകയാണ്. 2 minutes 20 seconds എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 2 minutes എന്ന് പറയാൻ 120 plus 20, that is 140 സെക്കൻഡ്. അയാൾ 140 സെക്കൻഡ് എടുത്തു. അപ്പോൾ 140 സെക്കൻഡ് കൊണ്ട് അയാൾ ഏത് പൊസിഷനിലായിരിക്കും? അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അയാൾ തുടങ്ങിയെടുത്ത് തന്നെ വന്നോ, അതോ 90 ഡിഗ്രിയിലാണോ 180 ഡിഗ്രിയിലാണോ, എവിടെയാണ് നിൽക്കുന്നത് കണ്ടുപിടിക്കണം. ഇതിനായിട്ടൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം അയാൾ 40 സെക്കൻഡ് കൊണ്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു, 2 റൊട്ടേഷൻ 80 സെക്കൻഡ്, 3 റൊട്ടേഷൻ 120 സെക്കൻഡ്. അപ്പോൾ 4 റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ 160 സെക്കൻഡ് വേണം. പക്ഷേ അയാൾ എവിടെ എത്തിയിട്ടില്ല, അയാൾ 140. പിന്നെയുള്ള 20 അയാൾ എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കണം. ഇതിനൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് റൊട്ടേഷൻസിൽ n is equal to ടോട്ടൽ ടൈം ബൈ ടൈം പീരിയഡ് ആണ്. പഠിക്കണം, ടോട്ടൽ ടൈം ബൈ ടൈം പീരിയഡ്. സോ n is equal to ടോട്ടൽ ടൈം 140 സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ 40 സെക്കൻഡ് ടൈം പീരിയഡ്. സോ ദാറ്റ് ഇസ് 14/4 എന്ന് പറഞ്ഞാൽ 3.5 ആണ്. എന്ന് പറഞ്ഞാൽ അയാൾ 3.5 കറക്കം കറങ്ങിയിട്ടുണ്ട്. 3.5 കറക്കം എന്ന് പറഞ്ഞാൽ 3 കറക്കം 1/2 കറക്കം. 3 കറക്കം കറങ്ങുമ്പോൾ അയാൾ വീണ്ടും എയിൽ തന്നെ എത്തും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഒരു ഹാഫ് റൊട്ടേഷൻ വന്നു. ആ ഹാഫ് റൊട്ടേഷൻ വന്നുകൊണ്ട് അയാളുടെ ഇപ്പോഴത്തെ പൊസിഷൻ ബി ആണ്. ആ ഹാഫ് റൊട്ടേഷൻ വന്നുകൊണ്ട് മാത്രമാണ് അയാൾ ബിയിലെത്തിയത്. അപ്പോൾ നമുക്ക് അയാളുടെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ അയാൾ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലാണ് നമ്മൾ പറയണം. ഇയാൾ എയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ബിയിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആയതുകൊണ്ട് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 2r ആണ്. ഓക്കെ, ഇതിന്റെ സെന്റർ നമ്മൾ O ആയിട്ട് എടുത്താൽ അയാൾ ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് A to B എന്ന് പറയുന്നത് 2r ഡിസ്റ്റൻസ് ആണ്. ഓർ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ആൻസർ ഇസ് 2. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കംപ്ലീറ്റ് കോൺസെപ്റ്റും ഈ ഒരു പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് 2r ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A hall has dimensions 10 meter, 10 meter and 10 meter.
A fly starting from one corner ends up at a diagonally opposite corner. The magnitude of its displacement is nearly. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഇപ്പോൾ നമ്മൾ ആ റൂം ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, എല്ലാ സൈഡും 10 മീറ്റർ ആണ്. അപ്പോൾ 10 മീറ്ററിൽ അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഹീ സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ എ, ആൻഡ് ഹീ ട്രാവൽസ് ടുവേർഡ്സ് റൈറ്റ്. ഫ്ലൈ ട്രാവൽസ് ടുവേർഡ്സ് റൈറ്റ്. ഇപ്പോൾ അങ്ങനെ പോയാൽ ഇത് എ ആണ്. മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും എ ആണ്. ഓക്കെ, ഇപ്പോൾ ബിയിലെത്തി, അവിടുന്ന് സിയിലെത്തി, അവിടുന്ന് ബാക്കിലോട്ട് പോയിട്ടാണ് ഇപ്പോൾ അത് ഡിയിലാണുള്ളത്. എങ്ങനെ വേണമെങ്കിലും പോകാം. അതിന് ഫ്ലൈ ആകുമ്പോൾ അതിന് ഡയറക്റ്റ് ഫ്ലൈ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഡയറക്റ്റ് ഫ്ലൈ ചെയ്ത് അതിന് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇഫ് യു വാണ്ട് ടു ഡ്രോ ദാറ്റ് പൊസിഷൻ, ദാറ്റ് വിൽ ബി ഫ്രം എ ടു ഡി. സോ ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ക്ലാസ് മുറിയിൽ നിന്ന് 3 മീറ്റർ മുന്നോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്ന ശേഷം നിങ്ങൾ അവിടെയുള്ള ഒരു ടേബിളിൻ്റെ മുകളിൽ കയറി നിൽക്കും. എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ്? ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കാണാനുള്ള മാർഗമാണ് വെക്ടറായിട്ട് എടുത്താൽ XI ക്യാപ് പ്ലസ് YJ ക്യാപ് പ്ലസ് ZK ക്യാപ്. ബിക്കോസ് 3 ഡയമെൻഷൻ ഉണ്ട് ഇവിടെ. അതേപോലെ ഫ്ലൈക്ക് 3 ഡയമെൻഷൻസും ഉണ്ട്. ഫ്ലൈ പറന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സും വൈയും Z കോർഡിനേറ്റ്സ് വേണം. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² പ്ലസ് y² പ്ലസ് z². നോ ഡൗട്ട്. ഈ എക്സ് എത്രയാണ്? അത് എ ആണ്, 10 മീറ്റർ. വൈയിൽ എത്ര ഡിസ്റ്റൻസ്? അതും എ ആണ്, A². ഇസഡിൽ എത്ര ഡിസ്റ്റൻസ്? അതും A² ആണ്. ഇപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഈ സിയിൽ നിന്ന് ബാക്കിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് -a അല്ലേ? ഉറപ്പായിട്ടുമാണ്. ആ -aയുടെ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ √3a² ആവും. ദാറ്റ് ഈസ് √3a. ഒരു സൈഡ് എത്ര തന്നിട്ടുണ്ട്? 10 മീറ്റർ തന്നിട്ടുണ്ട്. സോ √3 × 10, ദാറ്റ് ഈസ് 10√3 മീറ്റർ. 10√3 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ച് അതിനെ അപ്ലൈ ചെയ്യുന്ന വിധമാണ് പറയുന്നത്. എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക.